ചേച്ചി പ്രതീഷ് തമ്മിലുള്ള ഗോസിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ. ഒരാളുടെയും കുടുംബജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. ഇതുപോലെ പല കണ്ടന്റുകളും പല കാലത്തും ഇതുപോലെ തന്നെ തവിടുപൊടി ആയിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ. എല്ലാരും ഒരുപോലല്ല. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എത്ര നല്ല സുഹൃത്തുക്കളുണ്ട് ഉണ്ടാവും. നമ്മൾ മാക്സിമം നമ്മളായിട്ടുള്ള ബന്ധം ഒരിക്കലും തകരാതെ സന്തോഷത്തോടെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രേണു ചേച്ചിയെയും പ്രതീഷിനെയും തമ്മിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് അമ്മുവിന് ഒത്തിരി പൈസ കിട്ടുന്നതുകൊണ്ടാണെന്നാണ്. എനിക്ക് പൈസ കൊണ്ട് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടേക്കുന്നത്. എന്റെ പാഷനാണ് ശരിക്കും അഭിനയം എന്ന് പറയുന്നത്. ഞാനായാലും ഏട്ടനായാലും ശരി, മുമ്പീരിയാണ് ചേച്ചിയുടെ വീഡിയോ നമ്മൾക്ക് ചേച്ചിയുടെ പരിചയമില്ല, അപ്പൊ നമ്മൾ ആ കമന്റ്സ് വിശ്വസിക്കും. അത് അറിഞ്ഞവരാരും ആ കമന്റ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പൊ ചെയ്ത ഷോർട്ട് ഫിലിം, അതിലുള്ള ആ സെറ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചിട്ട് രേണു എങ്ങനെയാന്ന് ചോദിച്ചിട്ട് അത് നെഗറ്റീവ് പറയത്തില്ല വ്യക്തി. നിങ്ങൾക്കുള്ള മറുപടി കിട്ടിയല്ലോ. വൃത്തിയാവും. ഈ വർക്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ക്വാളിറ്റി നോക്കാറുണ്ടോ? ആരെ ക്വാളിറ്റി ഇല്ലാന്ന് ആരാ പറയുന്നത്? ഏതൊരു മേഖലയിലും ഏത് ജോലിയാട്ടെ എന്തുമാട്ടെ നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ഇപ്പം മറ്റുള്ളവർക്ക് അത് ക്വാളിറ്റി ഇല്ലാതെ തോന്നുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു തൂപ്പ് ജോലിക്ക് വരെ അത് ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാത്തിനും ക്വാളിറ്റി, പക്ഷെ അത് പുറമേ നോക്കുന്ന ചിലർക്ക് അത് ക്വാളിറ്റി ഇല്ല. എന്നെ സംബന്ധിച്ച് എന്ത് ജോലിയും അത് ക്വാളിറ്റി ഉള്ള ജോലിയാണ്. ചേച്ചി എന്തൊക്കെയോ കാണിച്ചു വൈറലായി. അത് എന്താ നമുക്ക് ആവശ്യമുള്ളതൊന്നും അല്ല കാണിച്ചേക്കുന്നേ. അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെയാണ് അങ്ങനെയാണ് അവള് വൈറലായത്. അതൊക്കെ ഞങ്ങളുടെ ഒരു ഔദാര്യം. ഞാൻ എൻ്റെ ജോലി ചെയ്തു. വൈറലാക്കാനുള്ളവർ വൈറലാക്കി, വൈറലാകാനുള്ളവർ വൈറലായി. ഇത്ര എനിക്ക് പറയാൻ. കുറച്ച് കഴിഞ്ഞ് ഈ സമയം മാറില്ലേ? തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റബിൾ ആണ്. എപ്പോഴും പറയുന്നത് പറഞ്ഞ കൂട്ടരെ പോലെ വന്ന ഒരാളെ അല്ല രേണുസുതി. വൈറലാകണം, ഞാൻ ഹൈപ്പിൽ കയറണം, എയറിലാണ് ഇങ്ങനെ വന്ന ആളല്ല. ഒരു ഒഴുക്ക്, ഒരു വെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ കയറിപ്പോയ ഒരാളാണ്, അല്ലെങ്കിൽ കയറി നിൽക്കുന്ന ഒരാളാണ്. എന്തുവാകട്ടെ, അല്ലെ ഇപ്പൊ പറയുന്നില്ല സോഷ്യൽ മീഡിയയെ വെറുപ്പിക്കുന്ന ഒരാളാണ്. എന്തുവാകട്ടെ, ആ ചിലപ്പോ നാളെ താഴെ ഇടും, താഴെ ഇടാം, താഴെ ഇട്ടേക്കാം, താഴെ ഇട്ട്. എങ്കിൽ പോലും രേണുസുതിക്ക് ഒരു മാറ്റവും. ഞാൻ ഇങ്ങനെ തന്നെ അമ്മുവിന് തടി കൂടുതലാണ്, ആ രീതിയിൽ ബോഡി ഷേമിങ്. ചേച്ചിക്കാണെങ്കിലോ തടിയില്ല. ഞാൻ ഇങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡെലിവറി കഴിഞ്ഞ് ഫീഡിങ് നിർത്തി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ചേഞ്ച് വരുന്നതാണ്. ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ വീഡിയോ പോകുമ്പോൾ എന്റെ കുടുംബക്കാർ കാണുമ്പോൾ പറയും അവളവളുടെ ഭർത്താവിന്റെ വീട്ടിൽ എത്ര സന്തോഷമാണെന്ന് അവളുടെ ശരീരം കണ്ട മനസ്സിലാവും. ഇവളുടെ ഈ ശരീരമാണ് ഇവളുടെ സൗന്ദര്യം. ഇപ്പൊ തന്നെ മനസ്സിലായില്ല ആരുടെ കണ്ണിലെ കുഴപ്പമാണെന്ന്. തടിയില്ലായ്മ അല്ല കാര്യം. ഈ പറയുന്ന ഈ വൃത്തികേട് പറയുന്ന ഈ കമന്റ് ഇടുന്ന ഇവരുടെ കുഴപ്പങ്ങളാണ്. അല്ല ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചുറ്റും ഒരു കുഴപ്പവും നടക്കുന്നില്ല. അഭിനയം വേറെ, ജീവിതം വേറെ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അപ്പൊ ചെറിയ ഷോർട്സുകളും ഓടിപ്പോകുന്ന മിന്നായം പോലെയുള്ള റീൽസുകളും അല്ലാതെ നിങ്ങൾ 3 പേരും ഒരൊറ്റ ഫ്രെയിമിൽ വന്നിരിക്കുകയാണ്. 3 പേർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? പറഞ്ഞോ. ഓ ശരി. അപ്പം ഒരുപാട് സന്തോഷം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഇവിടെ വരണം. ഇവരെ രണ്ടുപേരെ കാണണം, അമ്മേനെ കാണണം, അച്ഛനെ കാണണം, അച്ചുവിനെ കാണണം. ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിന് സാധിച്ചത് മെയിൻ സ്ട്രീം മണ്ണിലൂടെയാണ്, അവരുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും സന്തോഷം. എന്റെ അനിയനെയും എന്റെ അനിയന്റെ വൈഫ് അനിയത്തിനെയും കാണാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. പ്രതീക്ഷനെ മാത്രമല്ല ഞാൻ ചേർത്ത് പിടിച്ചത്. ഞാൻ ഇവരെ പറയാനുള്ളത് എല്ലാം പറഞ്ഞു. അതാണ് പറഞ്ഞല്ലേ. എനിക്ക് പറയാനുള്ളത് കൂടെ ഇനി പറയണം. പ്രതീക്ഷ അങ്ങ് പറഞ്ഞോ? അത് പറഞ്ഞ കേക്കട്ടെ. എന്താണ് ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അങ്ങ് പറ. ഇപ്പോ ചേച്ചി പ്രതീഷ് തമ്മിലുള്ള ഗോസിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് മഞ്ഞായിട്ട് മാത്രമേ തോന്നുള്ളൂ. അവരുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളും വൃത്തികെട്ട ചിന്തകളുമാണ് അവർ കമന്റിലൂടെ പുറത്തുവിടുന്നത്. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് എന്തായി തീരും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ മനസ്സിനെ എത്രത്തോളം അത് ബാധിക്കും എന്ന്. പക്ഷെ
ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങളെ മൂന്നിനെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് എന്നെ അറിയാം, ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ അറിയാം, അതുപോലെ തന്നെ എനിക്ക് ഇവരെ രണ്ടുപേരെ അറിയാം, ഇവനെ ഞങ്ങൾ രണ്ടുപേരെ അറിയാം. ഇവന്റെ ചേച്ചിയാണ് ഞാൻ, ഇവന്റെ വൈഫാണ്. അപ്പൊ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഞങ്ങൾ മൂന്നുപേരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ അത് തളർത്തത്തില്ല. എങ്കിൽ പോലും അത് മൂന്നാമത് ഒരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി, ഇപ്പൊ ഇവരുടെ ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി, അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വല്ലായ്മ, അത് ഈ മണ്ടന്മാരായ ജനങ്ങൾ അറിയുന്നില്ല, ഈ കമന്റ് ഇടുന്നവര്. അമ്മുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്മുവിന് തടി കൂടുതലാണ്, ആ രീതിയിൽ ബോഡി ഷേമിങ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിന് പറ്റുന്നില്ല. അടുത്തത് അഭിനയിക്കുന്നത് രേണു ചേച്ചിയുടെ കൂടെ. ചേച്ചിക്കാണെങ്കിലോ തടി ഇതാണ് ഇപ്പൊ തന്നെ മനസ്സിലായില്ല ആരുടെ കണ്ണിലെ കുഴപ്പമാണ്. തടിയില്ല അല്ല കാര്യം. ഈ പറയുന്ന ഈ വൃത്തികേട് പറയുന്ന ഈ കമന്റ് ഇടുന്ന ഇവരുടെ കുഴപ്പങ്ങളാണ്. അല്ല ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചുറ്റും ഒരു കുഴപ്പവും നടക്കുന്നില്ല. അഭിനയം വേറെ, ജീവിതം വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ, ഭാര്യ ഭർത്തൃ ബന്ധം വേറെ. ഇത് ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഇവരോട് പിന്നെ ഇനി എന്തു പറയാനാണ്? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ലാത്തൊരു പറഞ്ഞോണ്ടിരിക്കട്ടെ, നമുക്ക് വിഷയമല്ലേ. നമ്മൾ അതിലൂടെ തളർന്നു പോകുന്നില്ലല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും വർക്കുകൾ സപ്പോർട്ട് മുന്നോട്ട്. അവരുടെ ഈ പ്രതീഷിന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം ഈ കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം പ്രതീഷാണ്. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫ് ഉള്ളപ്പം അവൻ ഈ ഒരു മേഖലയിൽ ഉയരത്തിൽ തന്നെ എത്തും. അത് എനിക്ക് ഉറപ്പാണ്. മനസ്സിലായോ? അത് എൻ്റെ ഒരു എന്താ പറയാ സന്തോഷമാണ് ഇവരുടെ ഈ ബോണ്ട് കാണുന്നത്. സന്തോഷം. പിന്നെ ഈ പറയുന്ന ജനങ്ങളെ നമ്മൾ എന്തിനു മൈൻഡ് ചെയ്യണം? അവര് പറഞ്ഞോട്ടെ, സത്യമുള്ള കാര്യമാണ്. ചില മാസം ചേച്ചി കാരണം കൊണ്ട് പ്രതീക്ഷിന്റെ കുടുംബം തകരാൻ പോകുന്നത്. ഒരിക്കലും അല്ല, നിങ്ങളെന്നല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ ശരിക്കും നിങ്ങളെ പേരെടുത്ത് പറയാതെ കണ്ടന്റ് എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ പല കണ്ടന്റുകളും പല കാലത്തും ഭയങ്കര ഹൈപ്പിൽ പോവും, വൈറലാവും. ഇതുപോലെ തന്നെ തവിടുപൊടി ആയിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്. പക്ഷെ എല്ലാരെയും ഒരുപോലല്ല. ഞാൻ എന്ന വ്യക്തി പറഞ്ഞ പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന എത്ര നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും. ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തകർന്ന ആൾക്കാരും ഉണ്ടാവും. അത് രണ്ട് കാറ്റഗറി ഉള്ള നാടാണ് നമ്മുടെ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ബന്ധം ഒരിക്കലും തകരാതെ സന്തോഷത്തോടെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രേണുസുതിയെ സംബന്ധിച്ച് ഒരാളുടെയും കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൽ കയറി കളിക്കത്തില്ല. അതായത് ഒരാളുടെയും കുടുംബജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. പ്രത്യേകിച്ച് എൻ്റെ അനിയനും അനിയത്തിയും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. മനസ്സിലായി? ഞാൻ കഴിവതും എന്താ പറയാ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ്. ഇപ്പം കരിമിഴി കണ്ണാലെ എന്ന് പറയുന്ന ആൽബത്തിലൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും അഭിനയിച്ചതും. അതോടുകൂടി ഞങ്ങൾ അല്ലെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം, സിനിമയിൽ പോലെ അവസരം കിട്ടി. അപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് ഇങ്ങനെ വൈറലാകുന്ന ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഒരുമിച്ച് അഭിനയിച്ചു, ഇത്രത്തോളമായി, ജനങ്ങൾ ഏറ്റെടുത്തു. ഞാൻ പറയട്ടെ, മാക്സിമം 95% ഞങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടാണ്. ബാക്കിയുള്ള 5% ആണ് ഈ നെഗറ്റീവ് അടിക്കുന്നത്. അത് അത് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ എനിക്കും അത് ഇറിറ്റേഷൻ തോന്നിയായിരുന്നു. സത്യമായിട്ട് ഞാനും മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യരാണ്. ഇറിറ്റേഷൻ തോന്നി. എന്നിട്ട് ഞാനും അമ്മ അത് സംസാരിക്കുന്നതുകൊണ്ട് പറയും, ഞാൻ അവളോട് പറയാം പോട്ടെ അടിക്ക്. ഇവിടെ എന്നോട് ചേച്ചി അതായിരുന്നു നമ്മൾ മൈൻഡ് ചെയ്യേണ്ട പോലെ. ഞങ്ങൾ രണ്ടും അങ്ങോട്ട്. പക്ഷെ ഇവനെ അറിയുന്നില്ല, ഇവരോട് ഞാനൊന്നും പറയത്തില്ല. ഞങ്ങൾ രണ്ടും അത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറയുന്നതാണ് അമ്മൂന് ഏജ് ഭയങ്കര കൂടുതൽ തോന്നിക്കും. നമുക്ക് ഇപ്പൊ ഒന്ന് പറയാൻ പറ്റും, നിങ്ങൾ തമ്മിൽ ശരിക്കും എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 6 years ഡിഫറൻസ് ഉണ്ട്. കുഞ്ഞാണ് അവള്, നമ്മളെ പിന്നെ 6 years എന്ന് പറയുന്നത് 6 വയസ്സിന് ഇളയാണ്. ഞാൻ ഇങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു അമ്മയ്ക്ക് മനസ്സിലാവും, ഡെലിവറി കഴിഞ്ഞ് ഫീഡിങ് നിർത്തി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ചേഞ്ച് വരുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നല്ല സന്തോഷമായിട്ട് തടി വെക്കും. അത്രേ ഉള്ളൂ. അതെ, പ്രാരാബ്ദവും കടവും അതുപോലെ തന്നെ വീട്ടിലെ തമ്മില് വഴക്കും, കുടുംബത്തിലെ അമ്മായിമ്മ പോര് അമ്മായച്ചൻ പോര് അങ്ങനെയൊക്കെ ആവുമ്പോ അവര് ക്ഷീണിക്കും. ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ വീട്ടിൽ പോകുമ്പോ, എന്റെ വീട്ടിൽ സത്യം പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ കുടുംബക്കാര് കാണുമ്പോൾ പറയും അവളോട് ഭർത്താവിന്റെ വീട്ടിൽ എത്ര സന്തോഷമാണെന്ന് നമ്മുടെ ശരീരം കണ്ടാൽ മനസ്സിലാവും. എനിക്കത് കേൾക്കണമെന്നാണ് സന്തോഷം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വഴക്കാണ്, അപ്പൊ അടിയും പിടിയാണ്, അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കില്ല, ഒന്നും ആലോചിച്ചിരിക്കുക, ടെൻഷൻ, സ്ട്രെസ്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല. നല്ല ഹാപ്പി ആയിട്ട് പോകും.
അതിന്റെയാണ് എന്റെ ശരീരത്തിൽ കാണിച്ചത്. ഇവളുടെ ഈ ശരീരമാണ് ഇവളുടെ സൗന്ദര്യം, മനസ്സിലായോ? ഇവള് ചിലപ്പം ക്ഷീണിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ആ സൗന്ദര്യം കിട്ടില്ല. ഇവളുടെ ഈ ശരീരമാണ് ഇവളുടെ സൗന്ദര്യം, മുഖ സൗന്ദര്യം. ഞാൻ അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. രേണു ചേച്ചി എങ്ങനെയാണ് ഈ ബോഡി ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണം വെച്ചാണ്. എന്റെ ഫോട്ടോസ് കണ്ട ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടോന്ന് അറിയില്ല. പണ്ടത്തെ ഫോട്ടോസ് ഉണ്ട്. വണ്ണം വെച്ചാണ് ഡെലിവറി കഴിഞ്ഞ്. അപ്പൊ വണ്ണം വെച്ച് വന്നപ്പോൾ യോഗ കാര്യങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത സമയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അധികം ഞാൻ ഫുഡ് കഴിക്കത്തില്ല. വിശപ്പുണ്ടാകും, പക്ഷെ അധികം കഴിക്കത്തില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ചിക്കൻ മാത്രം ഇങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കാതെ വെച്ചപ്പോൾ വണ്ണം വെക്കുന്ന എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പിന്നെ അത് വേണ്ട, വണ്ണം കുറച്ചു. അതുപോലെ എനിക്ക് പൊക്കം അധികമില്ല, നല്ലതായിട്ട് പൊക്കക്കുറവാണ്. അപ്പം വണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്റെ തന്നെ ചിന്തയാണ് ഞാൻ ഉരുണ്ടു പോകും. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് വന്നു. സത്യമായിട്ടും ഉരുണ്ടു പോകും എന്നുള്ള എനിക്കുള്ള കൺസെപ്റ്റ്. കാരണം ഇവരെയൊക്കെക്കാളും ഒരുപാട് പൊക്കക്കുറവാണ് എനിക്ക്. അപ്പൊ ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ടു പോകും. അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ തനിയെ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാൻ എന്നിട്ടും ഇപ്പം കുറച്ചൊക്കെ ഞാനിപ്പോ കഴിക്കാൻ തുടങ്ങിയത് ജ്യൂസും കാര്യങ്ങളും ഒന്നും കുടിക്കാത്ത ഒരാളാണ്. ഈ ഇടയിലാണ് ഞാൻ ജ്യൂസൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ ലൈഫ് ചേഞ്ച് ആയപ്പോ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നായിരുന്നോ ഭക്ഷണക്രമത്തിലും? ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ മരണമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കിയത് തന്നെ. അപ്പം ആ സമയത്തെ വീഡിയോ എടുത്ത് അറിയാൻ ഇച്ചിരി കൂടെ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് സങ്കടവും ദുരിതവും ഒക്കെ വരുമ്പോൾ സത്യമാണത്. അത് ഒരു പരിധി വരെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അത് സത്യമാണ്. നമുക്ക് വിഷമം വരുമ്പോഴാണ് നമ്മൾ ആഹാരം കഴിക്കാതാവുന്നത്. നമ്മളെ ആ സമയം വരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരാള് നമ്മുടെ ലൈഫിൽ നിന്ന് ശൂന്യമാകുമ്പോഴത്തേന് നമുക്ക് പ്രത്യേകിച്ച് സത്യം സുധിച്ചേട്ടനെ സംബന്ധിച്ച് ഇതിപ്പോ എത്രത്തോളം ഈ എന്നെ നെഗറ്റീവ് പറയുന്നത് എത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല 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 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സുധിച്ചേട്ടൻ എന്നോട് വഴക്ക് പിടിക്കുന്ന ഒരേ ഒരു കാര്യത്തിനായിരുന്നു, ഞാൻ ഫുഡ് കഴിക്കത്തില്ല ആവശ്യത്തിന്. ആള് നല്ല വഴക്ക് പറയും. അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, മക്കളുമായിട്ട് സന്തോഷം. ഹസ്ബൻഡ് പുറത്ത് കൊണ്ടുപോകുന്നു. ഞാനൊന്ന് എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഹലോ ആവട്ടെ എവിടെയായി വിളിക്കുന്നു, നീ എന്താ എത്രയും നേരമായിട്ട് വരാത്ത വേഗം. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലെ സന്തോഷമാണ്. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അല്ലെ ഒരു പെണ്ണെന്ന നിലയ്ക്ക് നമുക്കത് സന്തോഷമാണ്. അപ്പൊ നമ്മൾ അറിയാതെ ആഹാരം കഴിക്കും, ഇച്ചിരി നല്ല മിനിങ്ങി ഒക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സുധിച്ചേട്ടൻ പുറത്ത് പോയാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴാണ് സുധിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ അലാറം വെച്ച് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, സ്റ്റാർ മാജിക്ക് പഴയ എപ്പിസോഡ് എടുത്ത സുധിച്ചേട്ടൻ്റെ ഫോണിന്റെ ഒച്ച കേൾക്കാം, റിംഗ് ടോൺ കേൾക്കാം. കാരണം ഞാൻ വിളിച്ചോണ്ടിരിക്കും, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാക്കുന്നുണ്ട്. കുറച്ച് ആവട്ടെ, ഞാൻ ഷൂട്ടുള്ള ആവട്ടെ, ഫോണിലൊക്കെ ആവട്ടെ, ഞാൻ വിളിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും. ഒരു മണിക്കൂർ ഇടവിട്ട് വിളിക്കുന്ന ഒരാളാണ്. അതൊക്കെ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് സഡൻലി പെട്ടെന്നാണ് ഒരു അകാല മരണമായിരുന്നു സുധിച്ചേട്ടൻ സംഭവിച്ചത്. അപ്പൊ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ബോഡി മൈൻഡ് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിനോട് വിരോധം തോന്നും. എല്ലാത്തിനോടും ഒരുമാതിരി ഒരു മടുപ്പ് തോന്നും. ചില കാര്യങ്ങളോട് അമിത ദേഷ്യം തോന്നും. ചില കാര്യങ്ങളോട് അമിതമായിട്ട് എന്താ പറയാ സങ്കടം തോന്നും. ചിലപ്പം നമ്മുടെ ഉള്ളിലെ സങ്കടം മറ്റുള്ളവരെ അറിയിക്കണം നമ്മൾ. അങ്ങനെയുള്ള ഇതൊക്കെ അതായത് പല ഇതും മാറി മാറി വരും. ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് സുധിച്ചേട്ടൻ്റെ മരണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും ഇങ്ങനെയൊക്കെ ക്ഷീണിച്ചു പോയി. ഇച്ചിരി നന്നായിരുന്ന ആളാണ്. ഇനിയും മുന്നോട്ട് ഇപ്പൊ കുറച്ച് എന്താ പറയാ ഇപ്പൊ കഴിക്കാൻ പറയുന്ന കാര്യം പറയുമ്പോ ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. വീണ്ടും നമുക്ക് ചോറുരുളി ഞാൻ കഴിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പ്രതീക്ഷ കൂടിയിട്ടായിരിക്കണം. ജ്യൂസ് പ്രാന്തനാണ്. എവിടെ പോയാലും എന്ത് ഫുഡ് കഴിച്ചാലും ഒപ്പം ഒരു ജ്യൂസ് വേണം, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിലും ജ്യൂസ് നിർബന്ധം. എനിക്ക് തോന്നുന്നു അത് കിട്ടിയത് ഏട്ടന്റെ കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നിങ്ങൾ ജ്യൂസ് സത്യമായിട്ടോ എനിക്ക് തോന്നി. ഞാൻ പിന്നെ ചേച്ചിയായിട്ട് സംസാരിക്കുന്ന ചേച്ചിക്ക് ഇടയ്ക്കൊരു ഓക്കെ ഓക്കെ എന്നൊരു ടോൺ വരും. സെറ്റ് ഞങ്ങൾ രണ്ടുപേരും പറയും. പക്ഷെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഓക്കെ ദൈവം ഇതാ പ്രതീക്ഷ ടോൺ. ഏട്ടനുണ്ട് ഒരു സ്വഭാവം, എന്താ പറയുക ഓക്കെ ഓക്കെ. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. സത്യമായിട്ട് ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചേച്ചിയായിട്ട് നമ്മൾ മിനിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോൺ വിളിച്ച സമയത്ത് ചേച്ചി എനിക്ക് ഓക്കെ ഓക്കെ ഞാൻ ചേച്ചിയുടെ ഞാൻ ഉണ്ടല്ലോ മിണ്ടായിരുന്നു ചേച്ചിയുടെ ഓക്കെ അങ്ങേരുടെ കൂടെ കൂട്ടുവിട്ടിട്ട് ചേച്ചിക്കും തുടങ്ങിയപ്പോ ഓക്കെ എന്നുള്ളത് സത്യം. പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ രേണു പ്രതീഷ് പ്രൊജക്ടുകള് ന്യൂ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയോ മൂവി പൂജയുണ്ട്. 18-ാം തീയതി ഇവർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. 20-ാം തീയതി ആക്കിയോ. 20-ാം തീയതി ഒരു ഇന്റർവ്യൂ ഉണ്ട്.
പിന്നെ ചില വർക്കുകളൊക്കെ വന്നാൽ പ്രതീക്ഷ ജോലി ജോലി തിരക്കുള്ള കൊണ്ട് വേറെ 2-3 വർക്ക് വന്നായിരുന്നു. അപ്പൊ ജോലി തിരക്കായോണ്ട് അറ്റൻഡൻസ് കുറയുമ്പോ അതിന് ജോലിയും കൂടെ നോക്കണ്ടേ. ഇതവന്റെ പാഷൻ ആണല്ലോ, എന്നെ സംബന്ധിച്ച് ജോലിയും കൂടെ ആണല്ലോ. അപ്പൊ നമുക്ക് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കിപ്പോ റീൽസിൽ വൈറലായ ചേച്ചിയുടെ വേറൊരു ഹസ്ബൻഡ് ഒന്നുമായിരുന്നില്ലേ, ഒരു കല്യാണം. പുഷ്പനെ നല്ല ആർട്ടിസ്റ്റ്, നല്ലൊരു പയ്യൻ, ഞാൻ ഓർത്ത് ഞെട്ടിപ്പോയി. നല്ല ഫണ്ണി, നല്ല പാവം. അതൊരു ഫൺ മോഡ് സംഭവം, ഷോർട്ട് ഫിലിമാണ്. പുഷ്പന്റെ കല്യാണം എന്നതുകൊണ്ടാണ് ട്ടോ, അല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടങ്ങ് വൈറലായ അല്ലെന്നേ. ഫസ്റ്റിലെ തന്നെ ഇപ്പൊ പ്രതീക്ഷ കൊണ്ടുവരുന്ന ആ ഒരു ഇതുകൂടെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ വന്നതുകൊണ്ടാ. അതല്ലെങ്കിൽ മനുവായിട്ടുള്ള ഫോട്ടോഷൂട്ട് പോലെ മനുവായിട്ടുള്ള ഫോട്ടോഷൂട്ട് എവിടെയാ ഒത്തിരി നാളായി. ഞാൻ അധികം ഫോൺ കോണ്ടാക്ട് വെക്കുന്ന ഒരാളെ അല്ല, അല്ലേ? പ്രതീക്ഷത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം ആരെയും ഫോൺ കാണുമ്പോഴത്തേന് സംസാരിക്കുന്നത്. ഞാൻ ഫോൺ കോണ്ടാക്ട് ഇല്ല. അത്യാവശ്യം ഇപ്പൊ വർക്കിന് മാത്രം വിളിക്കും, സംസാരിക്കും, പടപെടാന്ന് വെക്കും. വാട്സപ്പ് പോലും യൂസ് ചെയ്യാറില്ല, അധികം നോക്കാറില്ല. സ്റ്റാറ്റസിലും മാറും. അങ്ങനെയാണ് ഞാൻ. നേരമില്ല എനിക്ക്, അങ്ങനെയാണ് ഞാൻ. പണ്ടൊക്കെയാണെങ്കിൽ കുറെ നാൾ ഇപ്പൊ സ്വിച്ചാണ് ഉള്ള സമയത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും വാട്സപ്പ്. സ്വിച്ചാണ് എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ വീഡിയോ കോൾ ചെയ്യണമെന്ന്. ഇപ്പൊ 2 ദിവസം പോയി തന്നാലും ആൾക്ക് വീഡിയോ കോൾ ചെയ്യണം, എന്നെ മാത്രമല്ല കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഓട്ടെ വീഡിയോ കോൾ പെട്ടെന്ന്. അപ്പൊ ഞാൻ വാട്സപ്പ് അൺഇൻസ്റ്റാൾ സ്വിച്ചാണ്. എന്റെ വാവക്കുട്ടെ നീ ആ വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യടി വാവട്ട. അങ്ങനെയാണ് ഞാൻ. എനിക്ക് അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇനി ഒരു സൈക്കോയും കൂടെ ആവാനുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കത്തിച്ച് കുറെ ആളുകളെ കൊല്ലുന്നു. കുതിര കൊല്ലുക. ഇനിയിപ്പോ ചേച്ചി ശരിക്കും വൈറലായത് നമ്മുടെ മറ്റേ ദാസേട്ടന്റെ കൂടെ ചെയ്ത ആ ഒരു വീഡിയോയിൽ നിന്നാണ്. അതെ അതെ, രേണുസുതി എന്നൊരു കണ്ടന്റിന് തുടക്കം. ഇത് ഈ ഒരു ആങ്കർ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞില്ല, രേണുസുതി എന്ന കണ്ടന്റിന് തുടക്കം കുറിച്ചത്. ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റിന് തുടക്കം കുറിച്ചത് ദാസേട്ടന്റെ ആ ഒരു വീഡിയോക്ക് ശേഷമാണ്. അപ്പോ അതിൽ കൂടി എന്തായാലും ചേച്ചിക്ക് കുറെ നെഗറ്റീവ് വന്നെങ്കിലും ചേച്ചി ഇപ്പൊ വൈറലാണ്. ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ ചേച്ചിനെ പിക്ക് ചെയ്തു. പക്ഷെ ചേച്ചി റോഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്, ഒത്തിരി പേര് ചേച്ചിക്ക് ഹായ് ഒക്കെ കൊടുത്തുകൊണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ ചേച്ചിക്ക് ശരിക്കും ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സിനിമ വന്നിട്ട് ലുക്കും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി മോഡേൺ ആയി. എന്തെങ്കിലും ഒക്കെ ചെയ്തായിരുന്നോ? എന്തോന്നാ എന്തെങ്കിലും ഈ മാറ്റം വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തായിരുന്നു? മൈക്രോബ്ലേഡ് ചെയ്തതാണ്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. റൂമക്കാരെ മൈക്രോബ്ലേഡ് ചെയ്തെന്ന്, അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പക്ഷെ ചോദിക്കാൻ വന്നത് ഇതല്ല. അങ്ങനെ ചേച്ചി വൈറലായി, ചേച്ചി ഇങ്ങനെയൊക്കെ ആയി. ചേച്ചി എങ്ങനെയൊക്കെ ആയിരുന്നു? എങ്ങനെയൊക്കെയോ വൈറലായി. പക്ഷേ ഇപ്പൊ പ്രതീക്ഷ വൈറലായത് ചേച്ചി വഴിയല്ലേ? എപ്പോഴെങ്കിലും പ്രതീക്ഷിന്റെ കഴിവ് കൊണ്ടല്ലേ അവൻ കയറിയത്? അങ്ങനെ ചേച്ചി വഴിയാണ്, അതാണ് ഇപ്പൊ പറയുകയാണെങ്കിലും വീഡിയോ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. അപ്പൊ ചേച്ചി അങ്ങനെ ചിന്തിക്കാണോ ഞാൻ കാരണമാണ്? ഒരിക്കലും ഇല്ല. ഞാൻ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞില്ല. അവന്റെ കഴിവിലൂടെ അവൻ കയറി. പിന്നെ എന്താ പറയാ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. പ്രതീഷിന്റെ സമയം, അവൻ ഒരുപാട് ആൽബങ്ങളിലൊക്കെ ചെയ്തിട്ട് ഒരുപാട് അഭിനയിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു ഒഴുക്കിന് പെട്ടു വന്ന ഒരു ഇതാണ്. അപ്പൊ എങ്ങനെയോ വന്നതാണ്. അപ്പം എന്നെക്കാളും ഒക്കെ കൂടുതൽ ഇവന് പണ്ടുതൊട്ടേ അഭിനയിക്കാൻ ത്വര മീൻസ് ആ ഒരു ആഗ്രഹം അതൊക്കെ കൊണ്ടുവന്ന കുട്ടിയാണ്. അപ്പം അതിന് ആ സമയം തെളിഞ്ഞു. ആ ഒരു കോള് ജിന്നായിരുന്നു കോള് ചെയ്ത്. അപ്പം ആ സമയത്ത് വേണ്ട പ്രതീക്ഷേട്ടാ നമുക്ക് അഭിനയിക്കേണ്ട, രേണു ചേച്ചിയല്ലേ ഈ കുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത്. രേണു ചേച്ചിയല്ലേ വേണ്ട, അത് നിങ്ങൾ വെറുതെ നെഗറ്റീവ് കേൾക്കും. ഈ കുട്ടിയിൽ നിന്ന് അങ്ങനെ ഉണ്ടായാൽ അതവിടെ കഴിഞ്ഞതല്ലടാ, ആ ഒരു സമയം കിട്ടില്ല. അങ്ങനെ പറയുമായിരുന്ന ശരിക്കും ഏട്ടന്റെ പാഷനാണ് ശരിക്കും അഭിനയം എന്ന് പറയുന്നത്. മോൾക്ക് എന്നെ അറിയാമോ? രേണു ചേച്ചി അറിയാം. ഞാനായാലും ഏട്ടനായാലും ശരി, മുമ്പ് ഈ രേണു ചേച്ചിയുടെ വീഡിയോ നമ്മൾക്ക് ചേച്ചിനെ പരിചയമില്ല. അപ്പൊ നമ്മൾ ആ കമന്റ്സ് വിശ്വസിക്കും. സാധാരണ നമുക്ക് ചേച്ചിനെ അറിയില്ല. അറിഞ്ഞവരാരും ആ കമന്റ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പൊ ചെയ്ത ഷോർട്ട് ഫിലിം, അതിലുള്ള ആ സെറ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചിട്ട് രേണു എങ്ങനെയാന്ന് ചോദിച്ചിട്ട് അത് നെഗറ്റീവ് പറയത്തില്ല വ്യക്തി. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ശരി തന്നെയല്ലേ? ആ സെറ്റിൽ അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു.
അത് അറിയാത്ത ആൾക്കാരാണ് ഈ കമന്റ് ബോക്സിൽ. ഞങ്ങൾക്കും ആളിന് അമ്മു പറഞ്ഞ പോലെ അറിയില്ല. കമന്റ് ബോക്സ് നോക്കിയിട്ടായിരുന്നു നമ്മളെ ആളിനെ നമ്മള് ഒരാളെ ജഡ്ജ് ചെയ്തത് അങ്ങനെയായിരുന്നു. സത്യം പറയാനല്ലോ, ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ അങ്ങനെയായിരുന്നു ചേച്ചിനെ പറ്റി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ കമന്റ് ഒക്കെ കണ്ടിട്ട് ആ സമയത്ത് ഡയറക്ടർ തന്നെ ഏട്ടനോട് പറഞ്ഞു നെഗറ്റീവ് വരും. ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് വരും. പക്ഷെ ആൾക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു പാഷനാണ്. അതിക്ക് ഏത് വാതില തുറന്നു തരാന്ന് നമുക്കറിയില്ല. ആൾ ഇതിനു മുമ്പ് കുറെ ആൽബം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ എത്താത്ത നിലയിൽ ഇപ്പൊ ആൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പ്രതീക്ഷ ഒരു പക്ഷെ അമ്മു നോ പറഞ്ഞിരുന്നെങ്കിൽ പ്രതീക്ഷ പോവാതിരിക്കുമായിരുന്നു. അത് അന്ന് നമ്മൾ ഫാമിലി ആണല്ലോ. അപ്പൊ ഫാമിലി പറയുന്ന സമയത്താണ് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് അമ്മ പറഞ്ഞ പോലെ ആ കമന്റ് നോക്കിയിട്ടായിരുന്നു ആളിങ്ങനെയുണ്ട്, വെറുതെ വേണ്ട, വെറുതെ നമ്മൾ നിൽക്കുമായിരുന്നു. ഉറപ്പായിട്ട് നിൽക്കും. കാരണം എനിക്ക് പരിചയമില്ല ആളുടെ, എനിക്ക് ഒരു പരിചയമില്ല ആളിനെ. ഞാൻ എന്താ പറയുക, ഒരു സ്ഥലത്ത് ഞാൻ ആളുടെ വീഡിയോസ് അക്കൗണ്ടിൽ പോയിട്ട് കാണാറില്ല. ഇതേപോലെ ട്രോള് വീഡിയോ അല്ല വല്ല മീഡിയക്കാരന്റെ മീഡിയക്കാരന്റെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അറിയാലോ ആ ലെവലാണ്. അപ്പൊ ഉറപ്പായിട്ട് വീട്ടിൽ നിന്ന് ആ സമയം നോ പറയുകയാണെങ്കിൽ 101% പറയും ഞാൻ ശരി ഇത് വേണ്ടാട്ടാ, നമുക്ക് അടുത്ത വല്ല വർക്ക് വരാൻ. ആ സമയത്ത് പറഞ്ഞത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ഓൾറെഡി സുധിച്ചേട്ടന് ഏട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല സുധിച്ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയുമ്പോ ആൾ അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം, ഓൾറെഡി 4 ആൾക്കാരെ അറിയുന്ന ചേച്ചിയല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ ആള് തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ആൾക്കെല്ലാം അറിയുമ്പോൾ പിന്നെ നമ്മള് വേറൊരു ഒബ്ജക്ഷൻ പറയില്ല. കാരണം ആൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അതിൽ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു കാര്യം പറയാനുള്ളത് എന്താ പറയുക, ഇപ്പൊ പറഞ്ഞില്ല സുധിച്ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറയാം ഇപ്പോഴല്ല, അപ്പം പ്രതീക്ഷ പറയാം ഇപ്പോഴല്ല മുമ്പ്. അപ്പൊ ഞാനൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കിയ എന്താണെന്നറിയോ, സുധിച്ചേട്ടനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഇവർക്ക് പോലും ആള് മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ? ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല സുധിച്ചേട്ടൻ മരിച്ചെന്ന്. മനസ്സിലായോ? അപ്പൊ എന്റെ കാര്യവും അത്രേ ഉള്ളത് മനസ്സിലാക്കിയാ തൊണ്ടയിടർന്നു. ഇല്ല, ഇവരുടെ വീട്ടിൽ വന്ന് നമ്മൾ കരയാൻ പാടില്ല, സന്തോഷിക്കാനാണ് വന്നത്, രണ്ടുപേരെ കാണാനാണ് വന്നത്. അപ്പം സുചേട്ടൻ വിട്ടുപോയി നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പം ഈ 2 പേരുടെ വായിൽ നിന്ന് അറിയത് അബദ്ധം. ഇപ്പോഴല്ല കേട്ടോ, മുമ്പാണ്. നമുക്കറിയാം ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു അല്ലേ, 2 വർഷം കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് പോലും ഇവരുടെ മനസ്സിൽ ഇപ്പോഴല്ല ചേച്ചി, നേരത്തെ ആയിരുന്നേ. നമ്മൾ അത്രയും ബഹുമാനിക്കണം സ്നേഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ആള്, ആ വ്യക്തി. നമ്മളൊക്കെ കോമഡി ഇപ്പോ ആളിനെ ഒരുപാട് കോമഡീസ് ഞാൻ കാണാറുണ്ട്, മുമ്പ് കാണാറുണ്ട് പ്രോഗ്രാമിലൊക്കെ. ഞാന് നമ്മുടെ ഒരു മീറ്റപ്പിനൊക്കെ ടിക്ടോക്കിനായിട്ട് മീറ്റപ്പിനൊക്കെ പോയിട്ട് ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്. സംസാരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമ്മള് അത്ര സിമ്പിള് മനുഷ്യൻ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി പറഞ്ഞു, ഞങ്ങൾ ട്രെയിനിൽ മക്കളെ വാടാ എന്താ ഏട്ടാ ഒരു ഫോട്ടോ എടുക്കും, അതിനെന്താ മക്കളെ നിങ്ങൾ വാടാ നിക്കടാ. അത്ര ആർട്ടിസ്റ്റ് അന്ന് വേറെ കുറെ ആർട്ടിസ്റ്റ് ഒക്കെ ഇങ്ങനെ കയറുന്നിട്ട് ഇങ്ങനെ സൂചേട്ടനാണെന്ന് കയ്യൊക്കെ ഇട്ടിട്ട് ഫോട്ടോ, എന്റെ വേറെ ഫോണിലായി ആ ഫോട്ടോ ഒക്കെ എന്നെ ഒന്ന് പോയി. വേറൊരു ഫോണിലായി ഞാൻ തോളിലൊക്കെ ആയിട്ടൊരു ഫോട്ടോ, PMBV എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടിക്ടോക്ക് ഉള്ള സമയത്ത്. ടിക്ടോക്ക് കല്യാണത്തിന് മുമ്പ് ടിക്ടോക്ക് ഉള്ള സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് അന്ന് സ്റ്റാർ മാജിക്കിനെയോ അതില് മറ്റേ ഈ കുറെ ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പശുവിനൊക്കെ ഇറക്കുന്നത് അതിലൊരു റെഡ് ഡ്രസ് ഒക്കെ ഇട്ടായിരുന്നു അതിന്റെ കോസ്റ്റ്. ഇപ്പോഴും യൂട്യൂബിൽ എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ എപ്പോഴും കിടക്കുന്നത് അന്നുണ്ട്. അപ്പൊ അതെ. അപ്പൊ അതിന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ ടിക്ടോക്കേഴ്സിനൊക്കെ അന്ന് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂടി ഞാനും പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ടാണ് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ അന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആള് പെരുമാറിയ പോലെ ഒരു ആർട്ടിസ്റ്റോടെ പെരുമാറിയിട്ടില്ല നോക്കുകയാണെങ്കിൽ. കാരണം ആർക്കല്ല ഇപ്പൊ നമ്മളൊരു 10 ഫോളോവേഴ്സ് ഗസ്റ്റ് കയറി നമുക്ക് ചെറിയൊരു ഹെഡ് വെയിറ്റ് വരും. എനിക്കടക്കം നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ആവാൻ ഒരു ഇത് നമുക്ക് മൈൻഡ് വരും. പക്ഷെ ആ ചങ്ങാതി സംസാരിക്കുന്നത് കാണുന്നു, ഞാൻ എന്തോ മനുഷ്യനത്. എന്റെ ഒപ്പമുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ചില പണ്ട് നല്ല ആൾക്കാരുടെ ദൈവം പെട്ടെന്ന് വിളിക്കൊണ്ടുപോകുന്ന് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഇത് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ ആളുടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ മനുഷ്യനായിരുന്നു. രേണു ചേച്ചി അറിഞ്ഞായിരുന്നോ അപ്പം രേണു ചേച്ചിയെയും പ്രതീക്ഷനെയും തമ്മിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്
അമ്മുവിന് ഒത്തിരി പൈസ കിട്ടുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് പലരും പൈസ പറയുന്നത്. കൊണ്ട് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോടികളാണ് ഇങ്ങനെ വിട്ടേക്കുന്നത്. എന്താ ഇതിനൊക്കെയുള്ള മറുപടി ഞാനല്ല പറയണ്ടത്. പറഞ്ഞു പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്കുള്ള മറുപടി കിട്ടിയല്ലോ. സന്തോഷമാകും. സന്തോഷമാകും. വേണമെങ്കിൽ രണ്ട് ശൈന പ്രദർശനമാവാം. അല്ല, ഇവരുടെ വിചാരില്ലേ, എനിക്ക് ഈ 3 മാസമായിട്ടാണ് ഏട്ടൻ പേയ്മെന്റ് കൊണ്ടുവന്ന് തരുന്നത്, അതും ചേച്ചിയുടെ കൂടെ പോകുമ്പോ. അപ്പൊ ചേച്ചിയുടെ കൂടെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, ആ ഒരു മൈൻഡാണ്. ഞാൻ അതിന് എന്തുത്തരം പറയാനാ? അവരങ്ങനെയാണ് പേയ്മെന്റ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. അതെ, പറഞ്ഞ ആൾക്കാർ ആൾക്കാർ അങ്ങനെയായിരിക്കും, കാരണം അവർക്ക് അനുഭവ സമ്പത്തുള്ളവരാണ് അവര് പറയുന്നത്. സത്യമല്ലേ? ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് കമന്റിലൂടെ വെളിപ്പെടുത്തുന്നത് തോന്നുന്നു. അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് ആയിരിക്കും അവര് പറയുന്നത്. ഇഷ്യൂസ് അല്ല, അവര് തന്നെയാണ് ആ കമന്റ്. നിങ്ങൾ ഓർത്തോടും, നിങ്ങൾ പറയുന്ന ഓരോ കമന്റും നിങ്ങളുടെ ഉള്ളിലെ ഓരോ മനസാക്ഷികളും ആത്മാവുമാണ്. അവിടെ നിന്നാണ് നിങ്ങൾ ഓരോ കമന്റുകളും ഇടുന്നത്. ആ കമന്റ് നമ്മള് സ്ട്രോങ് ആക്കി ചെയ്യുന്നുള്ളൂ, തളർത്തുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് സത്യമായിട്ടും അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. നമ്മള് സ്ട്രോങ് ആക്കുകയാണ്. നമ്മള് വീണ്ടും സന്തോഷമല്ലേ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ആൽബത്തിൽ അഭിനയിച്ച് വിത്തിൻ 2 months ഇത്രയും വർക്ക് അടുപ്പിച്ച് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ശിവക്ക് കിട്ടിയിട്ടില്ലേ? അതാണ് ഇവരുടെ കഴിവ്. ചേച്ചി ഇപ്പൊ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ വർക്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ക്വാളിറ്റി നോക്കാറുണ്ടോ? എന്നോടാണോ? ആരെ ക്വാളിറ്റി ഇല്ലാന്ന് ആരാ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഏതൊരു മേഖലയിലും ഏത് ജോലിയാട്ടെ എന്തുമാട്ടെ, നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് ഇപ്പം മറ്റുള്ളവർക്ക് അത് ക്വാളിറ്റി ഇല്ലാതെ തോന്നുന്നു. ഇപ്പൊ ഒരു തൂപ്പ് ജോലിക്ക് വരെ അത് ക്വാളിറ്റി ഉള്ളതാണ്, എല്ലാത്തിനും ക്വാളിറ്റി. പക്ഷെ അത് പുറമേ നോക്കുന്ന ചിലർക്ക് അത് ക്വാളിറ്റി ഇല്ല. എന്നെ സംബന്ധിച്ച് എന്ത് ജോലിയും അത് ക്വാളിറ്റി ഉള്ള ജോലിയാണ്. വർക്ക് എടുക്കുന്ന ക്വാളിറ്റി അത് എന്താണ് ആങ്കർ ഇപ്പൊ ഒരു കണ്ടന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എടുക്കുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ആൽബം ആയിക്കോട്ടെ, അതിന്റെ തീം ആയിക്കോട്ടെ. ഞങ്ങൾ ഇതുവരെ മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു ആൽബം ഒന്നും ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് ഒരിക്കലും അത് ഓരോരുത്തരുടെ നമ്മുടെ പ്രൊഡ്യൂസർ അതാണ് ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ ഓരോ ഇപ്പൊ 50,000 കൊണ്ട് എടുക്കുന്നവരും 1,00,000 കൊണ്ട് എടുക്കുന്നവരും വ്യത്യസ്തമായിട്ടുള്ള താമസിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ഫുഡിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അതനുസരിച്ച് ഞങ്ങളൊക്കെ പാവങ്ങളായുള്ള കലാകാരന്മാരാണ്. നമ്മൾക്ക് സാധാരണക്കാരായുള്ള ഒരു കലാകാരിയും കലാകാരനും ഒക്കെയാണ്. നമ്മൾ വളർന്നു പിച്ച വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ക്വാളിറ്റി എന്നല്ല എന്ന് പറയുന്നത്, ആ ഒരു ഫണ്ടിന്റെ ഒരു ഇത് നമ്മൾ ലാസ്റ്റത്തെ ഇപ്പത്തെ വെബ് സീരീസിന് രാവിലെ എന്താ കഴിച്ചു? ബണ്ണല്ല, ഞാൻ ഒരു ചെറിയൊരു കേക്കിന്റെ അതാ കഴിച്ചു. കാരണം തലേന്ന് ഞങ്ങൾ ഉറക്കം വളച്ച്, അന്ന് ഹർത്താലായോണ്ടാണ് തലേന്ന് ഉറക്കം വളച്ച് ആ ഡയറക്ടർ ഫിക്സ് ആയി വീണ്. എനിക്ക് പ്രതീക്ഷന് വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവിടെ ആർട്ടിസ്റ്റുകളുണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് ഒരു വീടാണ്, റൂമുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിന്റെ ജോലി വെച്ചിട്ട് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം, അവന്റെ റൂമിൽ പോയാൽ എനിക്ക് ഞാൻ എന്റെ റൂമിൽ പോവാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും തലേന്നൊക്കെ ഷൂട്ട് ഞങ്ങൾ ഇങ്ങനെ കഥ അടച്ച് അവന്റെ റൂമിൽ ഞാൻ എന്റെ റൂമിൽ വേറെ ആർട്ടിസ്റ്റ് ഉറങ്ങായിരുന്നു. പക്ഷെ അങ്ങനല്ല. അന്നേരം എന്താ പറഞ്ഞ പ്രതീക്ഷ 2 മണി 1 മണി രാത്രിയപ്പോൾ ആ ഡയറക്ടർ വീണു. ഞങ്ങളോട് സംസാരിച്ചിരുന്ന പിറ്റേ ദിവസത്തെ ഷോട്ട് പറയുവാണ്. കാരണം അത്രയും ഡിസ്കഷനാണ്, എല്ലാവരും ഒരുമിച്ച്. ഞങ്ങളൊന്ന് ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങള് നിങ്ങളോട് സ്ക്രിപ്റ്റിനൊന്നും കൂടത്തിൽ ഞങ്ങൾക്ക് വേണം ശല്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇത് കേൾക്കുവാണ് കഥ. ഞാൻ പറഞ്ഞ പ്രതീക്ഷ എനിക്ക് പേടിയാടാ, അത് കിടക്കുന്നിടോ പെട്ടെന്ന് നമുക്ക് എടുത്തു. എന്നിട്ട് പോലും ഒരു 1/2 മണിക്കൂർ ഈ ചെക്കൻ ഇങ്ങനെ, അത് കഴിഞ്ഞ് ഈ പ്രതീക്ഷ എല്ലാവരും എടുത്ത് പൊക്കി ചെക്കനെ എടുത്തു. ഡയറക്ടറാണ്, നമ്മുടെ അനിയനാ. എടുത്ത് പൊക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ആർക്ക് ചേച്ചി അല്ലെങ്കിൽ ചേടാ 2-3 കൂട്ടുകാരുമുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പ്രതീക്ഷ വേർക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങള് സീൻ അന്നേരം അവരുടെ വണ്ടി എടുത്ത് ഞാൻ പ്രതീക്ഷ കയറാന്ന് പറഞ്ഞു. അവർ ചേച്ചി വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലടാ ഞാനും വരും. പ്രതീക്ഷ മാറും, നിങ്ങൾ അവരുടെ 3 പേരും പുറകെ ഇരുത്തി, ആ ചെറുക്കൻ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന്, ആ ചേട്ടൻ വണ്ടി ഓടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറിനെ കണ്ട് അവനുള്ള ചികിത്സ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി എല്ലാം ചെയ്തു. അവിടെ ഇരുന്ന് ഉറക്ക വളച്ച് കൊതുകടിയും കൊണ്ട് താലൂക്ക് ആശുപത്രി. ഞങ്ങള് ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ സെലിബ്രിറ്റികളാണ്, ഞങ്ങൾ അവിടെ മാറി നിന്നില്ല. അതാണ് ഒരു വർക്ക്. ഇപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ ആത്മാർത്ഥതയാണ്, വർക്കിനോടുള്ള ആത്മാർത്ഥത.
അതാണ് ഞാൻ ക്വാളിറ്റി എന്ന്. അതെ, നമ്മള് ചെറിയവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാം ഒറ്റ മൈൻഡിൽ പോയി നമ്മൾ ചെയ്യാം. ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചേച്ചി വരുമാനത്തിന് വേണ്ടിയാണ് ഈ ഒരു ഇതൊരു ജോലിയായിട്ട് കണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പൊ ചേച്ചി ഇതിന്ന് ചേച്ചിക്ക് വരുമാനം എങ്ങനെയാണ്, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ? ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നല്ലോ. അത് എന്ന് കുന്നിപ്പോ ഞങ്ങളെന്ന് വെച്ചിരിക്കാൻ പറ്റൂല. സുധിച്ചേട്ട വൈഫ് മക്കളെന്ന് പറഞ്ഞാൽ ആർക്കും ഇരിക്കാൻ പറ്റൂല. എല്ലാരും ഇപ്പൊ സഹായിച്ച് ആ സഹായത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇന്നും ഇപ്പോഴും പേര് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വല്ലതും മേടിച്ചോളൂ എന്റെ തരുന്നവരുണ്ട്. അതൊക്കെ എന്താ പറയാ, ഒരിക്കലും രേണു എന്റെ പേര് പറയല്ലേ, രേണു എന്താ വേണ്ടത്, കുഞ്ഞു എനിക്കല്ല കുഞ്ഞുങ്ങൾക്ക് മേടിച്ചോളൂ. ഒത്തിരി സ്നേഹമുള്ളവർ ഇപ്പോഴും അങ്ങനെ അതൊന്നുമല്ല. അത് എല്ലാവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് നന്ദി. എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും സഹായിച്ചവർക്കും മുന്നേ സഹായിച്ചവർക്കും ഒരു മുട്ടായി തന്ന ഞങ്ങൾ നന്ദിയുള്ളവളാണ് ഞാൻ, ഞങ്ങളുടെ കുടുംബം. പക്ഷെ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം വരുമാനം ഒന്നും പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആർക്കും ജോലി ഇല്ലായിരുന്നു. പിന്നെ ആകെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എൻ്റെ വിധവാ പെൻഷനാണ്. 1600 രൂപയാണ് വിധവാ പെൻഷൻ മേടിക്കുന്നവർക്കറിയാം. 1600 രൂപയാണ്. അതുകൊണ്ട് എങ്ങനെ ഓടാൻ അറിയാലോ ഒരു കുടുംബം ഒരു മാസം എന്താണ്. അതുപോലെ അമ്മയ്ക്ക് കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ, പപ്പായ്ക്ക് അത് കിട്ടുന്നില്ല, അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അമ്മ നേരത്തെ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷൻ. അപ്പൊ ഈ 2600 എത്രയാ, ഇത്രയും പൈസയാണ് ഓടിക്കുന്നത്. പിന്നെ റേഷനറി ഉണ്ട്. ഞങ്ങൾ മഞ്ഞക്കാടുകാരാണ്. ഞാൻ അത് പറയുന്നതിന് എനിക്കൊരു നാണക്കേടില്ല. മഞ്ഞക്കാടാണ് അതുകൊണ്ട് അരി കൂടുതൽ കിട്ടും, റേഷനറി. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കത് എങ്ങും പറയാനൊരു മടിയില്ല. കിട്ടി. അപ്പം അതിനുശേഷം ഈ ഒരു ചെറിയ ചെറിയ വർക്കുകൾ കിട്ടി. ഞാൻ തുറന്നു പറഞ്ഞ 5ഉം 6ഉം 3 രൂപയ്ക്കൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പൊ അതൊക്കെ കിട്ടുന്നത് കൊണ്ട് എൻ്റെ വീട്ടില് ചെലവ് നോക്കാം. അതുപോലെ മൂത്ത മകന് പോക്കറ്റ് മണി അയച്ചു കൊടുക്കാം. അതൊക്കെ ഞാൻ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല അതിനകത്ത് ക്വാളിറ്റിയോ കൂടുതൽ അതൊന്നുമില്ല. പിന്നെ ദൈവം സഹായിച്ച എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പേയ്മെന്റ് ചേച്ചി കൂട്ടണം എന്ന് വിചാരിച്ചിട്ടില്ലേ? കാരണം ചേച്ചിയുടെ ഒരു ചെറിയൊരു വീഡിയോ വെച്ചിട്ട് ഒത്തിരി ഏർണിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ചേച്ചി തീർച്ചയായിട്ടും വ്യൂസിലാണല്ലോ വീഡിയോ. കാരണം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ആളുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? വ്യൂ. കാണത്തില്ലാത്ത എന്തേലും കാണിക്കട്ടെ നമുക്ക് ഇപ്പോൾ ആ പരിസരത്തോട് നോക്കണത് സ്ക്രോൾ ചെയ്ത് പോയാൽ രേണുസുതി എന്താ കാണിക്കുന്നത് കാണും, ഇവിടെ എന്തൊക്കെ അഭിനയിക്കും, ഇത് കാണുകയും ചെയ്യണം. വ്യൂ ആണ്. ഇപ്പൊ കുട്ടി പറഞ്ഞ സത്യമാണ്, വ്യൂസ് ആണ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ രേണുസുതി വൈറലായി, ദാസേട്ടൻ വൈറലായി, പ്രതീഷ് വൈറലായി, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിന്റെ പുറകെ വൈറലാവാൻ വേണ്ടിട്ട് ഇതുപോലെ വൈറലാവണം എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് പേരുണ്ട്. ആണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടില്ലായിരുന്നോ? പാവങ്ങൾ നമ്മൾ എന്താ പറയാനാ, ജീവിച്ചു പോട്ടെ. നമ്മളെ കൊണ്ട് ഒരു പൈസ കിട്ടുന്നവരാണ് ജീവിച്ചു പോട്ടെ. അഭിലാഷട്ടായൊക്കെ പറഞ്ഞിട്ടില്ലേ രേണുസുതി വൈറലായ പോലും. അതൊക്കെ ഓരോരുത്തർ അവർക്ക് വൈറലാകേണ്ടത് അവരെ വൈറലാകട്ടെ. രേണുസുതിയെ പോലെ ആവണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കും. എനിക്കറിയില്ല. ചിലപ്പോ രേണുസുതിയെക്കാളാവുമായിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അവരുടെ മനസ്സിലാഗ്രഹം അഭിലാഷേട്ടനാണ്, ആരുടെ മനസ്സിലാഗ്രഹം പറയട്ടെ. നമ്മളതിനകത്ത് അത് ശരിക്കും എന്താ പറയാ, ട്രോളുന്ന പോലെയും അല്ല പറയുന്നേ. അവർക്ക് പറ്റി എന്തോ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഒരാൾ ഇഷ്ടമുള്ളതാണല്ലോ ആ ആളിനെ പോലെ നമുക്ക് ആവണമെന്ന് പറയാ. രേണുസുദിന്റെ വ്യക്തിനെ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ആ രേണുസുദിനെ പോലെ ഇനി നമുക്കും ഒന്ന് വൈറലാവണം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആയിരിക്കും അല്ലേ? കാര്യമല്ല, പൊതുവെ അങ്ങനെ പറയുന്നവർക്ക് ഇഷ്ടമാണോ, അല്ലാതെ അതുപോലെ ആവാൻ ആഗ്രഹിക്കില്ല. അത് ശരി. അതുപോലെ ആഗ്രഹിക്കുന്നത് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അഭിലാഷന്റെ കാര്യമല്ല, അഭിലാഷന്റെ കാര്യം പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. അല്ല, അതല്ലാതെയും എന്ത് കാണിച്ചാലും വൈറലാവാൻ പറ്റും, അതിനോട് യോജിക്കുന്നുണ്ടോ ചേച്ചി? ഇപ്പോ ചേച്ചി എന്തൊക്കെയോ കാണിച്ച് വൈറലായി. അത് എന്താണ് അതാ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ആവശ്യമുള്ള ഒന്നും അല്ല കാണിച്ചേക്കുന്നേ. അവളെന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെയാണ് അവള് വൈറലായത്. അതൊക്കെ ഞങ്ങളുടെ ഔദാര്യം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് ഒറ്റവാക്കിലെന്തേലും പറ. ഞാൻ എന്റെ ജോലി ചെയ്തു. വൈറലാക്കാനുള്ളവര് വൈറലാക്കി, വൈറലാകാനുള്ളവര് വൈറലായി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആ സമയമാണ് 1.5 എല്ലാം ഒരു സമയമാണ്.
കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ സമയം മാറില്ലേ? ഉറപ്പാണ് മാറും. പിന്നെ തീർച്ചയായിട്ടും മാറും. തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റബിൾ ആണ്. എപ്പോഴും പറയുന്നത് ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഇതാവണം. ഇപ്പൊ പറഞ്ഞ കൂട്ടരെ പോലെ വന്ന ഒരാളെ അല്ല രേണുസുതി. ഞാൻ വൈറലാകണം, ഞാൻ ഹൈപ്പിൽ കയറണം, എയറിലാണ്, ഇങ്ങനെ വന്ന ആളല്ല. ഒരു ഒഴുക്ക്, ഒരു വെള്ളപ്പാച്ചിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ 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 കയറിപ്പോയ ഒരാളാണ്, അല്ലെങ്കിൽ കയറി നിൽക്കുന്ന ഒരാളാണ്. എന്തുവാകട്ടെ, അല്ലെ ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയയെ വെറുപ്പിക്കുന്ന ഒരാളാണ്, എന്തുവാകട്ടെ, ആ ചിലപ്പോ നാളെ താഴെ ഇടും, താഴെ ഇടാം, താഴെ ഇട്ടേക്കാം, താഴെ ഇട്ടു. എങ്കിൽ പോലും രേണുസുതിക്ക് ഒരു മാറ്റവും ഞാൻ ഇങ്ങനെ തന്നെ. ഇപ്പൊ ഒരു പക്ഷെ നിങ്ങളുടെ ഈ റീച്ചും ഈ ഇതെല്ലാം പോയെന്ന് കരുത്, അപ്പോഴും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒക്കെ റീച്ചിലല്ലോ. ഇപ്പൊ നമ്മൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ല പൈസയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, ഒട്ടും പൈസയില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്ക് നല്ല ഫ്രണ്ട്സ് എന്നല്ലേ മനസ്സിലുണ്ടാവും ഒരാൾക്ക്. കാരണം ഇവൻ റിച്ച് ഉള്ള ഫ്രണ്ടാണ്, ഇവൻ 10 പൈസ കൊള്ളാത്ത ഫ്രണ്ടാണ്. ഇപ്പൊ ശരിക്കും റീച്ചിന് വേണ്ടിയിട്ടും ഒത്തിരി പേരുണ്ട്. എനിക്ക് മനസ്സിലായി ആളിന് അങ്ങനെ എടുത്തില്ല. കാരണം അപ്പൊ ചേച്ചി, ഇപ്പൊ ഞാൻ ചേച്ചിന്റെ പോസിറ്റീവ് പറയാറുണ്ട്. ഇപ്പൊ ചേച്ചിന്റെ ഞാൻ എപ്പോഴും ചേച്ചിന്റെ ഹൈപ്പ് മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഒന്നാമത്തെ കാര്യം, ഞാൻ ചേച്ചിനെ കുറിച്ച് ചേച്ചിന്റെ നെഗറ്റീവ് പറഞ്ഞ ചേച്ചി സംസാരിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ സംസാരിക്കണം, ചേച്ചി കമന്റിനോട് കുറച്ചുകൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കമന്റ് കൊടുക്കണം, ഞാനത് പറയാറുള്ളതാണ്. അത് ചേച്ചിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ചേച്ചിക്ക് ആ ഹൈപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേച്ചി നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു ചേച്ചി എനിക്കിനി ഉള്ള ദിവസങ്ങളിലോ അതിനുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. ഹൈപ്പിലോ അല്ലെങ്കിൽ അഭിനയത്തിലോ അതൊന്നുമല്ല. ഞാൻ ഇന്നും ഇവിടെ വരും, ഇനിയും എന്താ പറയാ, ഒത്തിരി ദൂരെ ആണ്ട് എപ്പോഴും ഓടി വന്ന് ഇവരെ രണ്ടുപേരെ അന്വേഷിക്കാൻ പറ്റൂല, മനസ്സിലായോ? ഇനി അവസരങ്ങൾ ഉണ്ടായാൽ ഓടി വരും ഇവരെ രണ്ടിനെ. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ ദീർഘകാലം മുന്നോട്ട് പോട്ടെ. രേണു ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് മഞ്ഞക്കാട് മാറി നീലക്കാട്. മഞ്ഞക്കാട് താങ്ക് യു.